തീരപ്രദേശത്തെ ഭൂമി ക്രമേണ പ്രകൃതി ശക്തികളാൽ നശിക്കുന്ന ഒരു പ്രക്രിയയാണ് തീരദേശ മണ്ണൊലിപ്പ്. തിരമാലകൾ, വേലിയേറ്റങ്ങൾ, ശക്തമായ സമുദ്രപ്രവാഹങ്ങൾ എന്നിവ ഈ പ്രക്രിയയിൽ വലിയ പങ്ക് വഹിക്കുന്നു. മണ്ണൊലിപ്പ് ഒരു സ്വാഭാവിക സംഭവമാണെങ്കിലും മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ അതിനെ കൂടുതൽ വഷളാക്കി. കേരളത്തിൽ തീരദേശ മണ്ണൊലിപ്പ് ഗുരുതരമായ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഉയരുന്ന സമുദ്രനിരപ്പ്, ശക്തമായ കൊടുങ്കാറ്റുകൾ, തീരത്തിനടുത്തുള്ള അമിതമായ നിർമ്മാണങ്ങൾ എന്നിവയെല്ലാം പ്രതിസന്ധിക്ക് കാരണമായി. കടൽ തീരങ്ങളിൽ നിന്ന് മണൽ നീക്കം ചെയ്യുന്ന മണൽ ഖനനം തീരത്തെ കൂടുതൽ ദുർബലമാക്കുകയും ചെയ്യുന്നു. കടലിനടുത്ത് താമസിക്കുന്ന ആളുകൾ തങ്ങൾ താമസിക്കുന്ന ഭൂമി ക്രമേണ അപ്രത്യക്ഷമാകുന്നത് കാണുമ്പോൾ വർദ്ധിച്ചു വരുന്ന വെല്ലുവിളികൾ നേരിടുന്നു. 590 കിലോമീറ്ററിലധികം വ്യാപിച്ചു കിടക്കുന്ന കേരളത്തിന്റെ തീരപ്രദേശം ദശലക്ഷക്കണക്കിന് ആളുകളുടെ വാസസ്ഥലമാണ്. പലരും ഉപജീവനത്തിനായി കടലിനെ ആശ്രയിക്കുന്നുണ്ടെങ്കിലും മണ്ണൊലിപ്പ് ഭൂപ്രകൃതിയെ മാറ്റിമറിക്കുന്നു. കടന്നുപോകുന്ന ഓരോ വർഷവും കൂടുതൽ ഭൂമി കടലിലേക്ക് നഷ്ടപ്പെടുന്നു. ഒരിക്കൽ വിശാലമായ കടൽത്തീരങ്ങളും സുസ്ഥിരമായ തീരങ്ങളും ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ ഇപ്പോൾ അതിവേഗം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ സമുദ്രത്തിൽ നിന്ന് വളരെ അകലെയായിരുന്ന ചില ഗ്രാമങ്ങൾ ഇപ്പോൾ ഇടയ്ക്കിടെ വെള്ളപ്പൊക്കം അനുഭവിക്കുന്നു. റോഡുകൾ, വീടുകൾ, പൊതു കെട്ടിടങ്ങൾ എന്നിവയ്ക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ നിർബന്ധിതരാക്കുന്നു. ചില സ്ഥലങ്ങളിൽ മണ്ണൊലിപ്പ് വളരെ വേഗത്തിൽ സംഭവിക്കുകയും ആഴ്ചകൾക്കുള്ളിൽ ഭൂമി അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. തങ്ങളുടെ വീടുകൾ കടൽ വിഴുങ്ങുന്നത് കാണുമ്പോൾ ആളുകൾക്ക് നിസ്സഹായത തോന്നുന്നു. പതിറ്റാണ്ടുകളായി സമൂഹങ്ങളെ ബാധിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം മൂലം വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു മന്ദഗതിയിലുള്ള ദുരന്തമാണിത്. കേരളത്തിന്റെ തീരപ്രദേശം എങ്ങനെ ചുരുങ്ങുകയാണെന്ന് ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമായി കാണിക്കുന്നു. പഴയ ഭൂപടങ്ങളെ സമീപകാല ഭൂപടങ്ങളുമായി താരതമ്യം ചെയ്യുന്നത് ഭയപ്പെടുത്തുന്ന മാറ്റങ്ങൾ വെളിപ്പെടുത്തുന്നു. പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുമായും പ്രദേശവാസികളുമായും നടത്തിയ അഭിമുഖങ്ങൾ പ്രശ്നത്തിന്റെ ഗൗരവം എടുത്തു കാണിക്കുന്നു. തങ്ങളുടെ വീടുകൾ വെള്ളത്തിൽ നിന്ന് വളരെ അകലെയായിരുന്നുവെങ്കിലും ഇപ്പോൾ അപകടകരമായ രീതിയിൽ അടുത്തിരിക്കുന്നത് എങ്ങനെയെന്ന് പലരും ഓർക്കുന്നു. ചിലർക്ക് കടലിൽ എല്ലാം നഷ്ടപ്പെട്ടു. മണ്ണൊലിപ്പ് മന്ദഗതിയിലാക്കാൻ സർക്കാർ കടൽ തീരങ്ങളും ഗ്രോയിലുകളും നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഈ ഘടനകൾ എല്ലായ്പ്പോഴും ഫലപ്രദമല്ല. ചില സന്ദർഭങ്ങളിൽ അവ തിരമാലകളെ അടുത്തുള്ള പ്രദേശത്തിലേക്ക് വഴിതിരിച്ചു വിടുകയും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. താൽക്കാലിക പരിഹാരങ്ങൾ പര്യാപ്തമല്ലെന്നും ദീർഘകാല പരിഹാരങ്ങൾ ആവശ്യമാണെന്നും പല താമസക്കാരും കരുതുന്നു. കേരളത്തിന്റെ തീരപ്രദേശം ഒരു ഭൂപ്രദേശം മാത്രമല്ല, വൈവിധ്യമാർന്ന സസ്യങ്ങൾ, മൃഗങ്ങൾ, സമുദ്രജീവികൾ എന്നിവയുടെ ആവാസ കേന്ദ്രമാണിത്. കണ്ടൽക്കാടുകൾ, പവിഴപ്പുറ്റുകൾ, തീരദേശ തണ്ണീർത്തടങ്ങൾ എന്നിവ ഒരു മുഴുവൻ ആവാസ വ്യവസ്ഥയും പിന്തുണയ്ക്കുന്നു. ഈ തീരപ്രദേശത്തിന്റെ നഷ്ടം നിരവധി ജീവജാലങ്ങളുടെ വംശനാശത്തിലേക്ക് നയിച്ചേക്കാം. മത്സ്യങ്ങളുടെ എണ്ണത്തെയും ഇത് ബാധിക്കുന്നു. ഇത് പ്രാദേശിക മത്സ്യത്തൊഴിലാളികളെ നേരിട്ട് ബാധിക്കുന്നു. മത്സ്യം അപ്രത്യക്ഷമാവുകയാണെങ്കിൽ അവരുടെ വരുമാന മാർഗവും അപ്രത്യക്ഷമാവും. ഇത് മത്സ്യബന്ധനത്തെ ആശ്രയിക്കുന്ന സമൂഹങ്ങൾക്ക് ദാരിദ്ര്യത്തിന്റെ ഒരു ചക്രം സൃഷ്ടിക്കുന്നു. മീൻപിടുത്തങ്ങൾ ചെറുതായിക്കൊണ്ടിരിക്കുന്നതിനാൽ നിരവധി മത്സ്യത്തൊഴിലാളികൾ ഇതിനകം തന്നെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പാടുപെടുകയാണ്. ചിലർ മത്സ്യബന്ധനം പൂർണ്ണമായും ഉപേക്ഷിച്ച് മറ്റു ജോലികൾ തേടാൻ നിർബന്ധിതരായെങ്കിലും അവർക്ക് പരിമിതമായ തൊഴിൽ അവസരങ്ങളേ ഉള്ളൂ. തീരപ്രദേശത്തെ വളരെയധികം ആശ്രയിക്കുന്ന മറ്റൊരു വ്യവസായമാണ് വിനോദസഞ്ചാരം. കേരളത്തിലെ കടൽ തീരങ്ങൾ ലോകമെമ്പാടുമുള്ള സന്ദർശകരെ ആകർഷിക്കുന്നു. തീരദേശം ഇല്ലാതായാൽ വിനോദസഞ്ചാരം ബാധിക്കുകയും ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, ഗതാഗത സേവനങ്ങൾ എന്നിവയെ ബാധിക്കുകയും ചെയ്യും. ടൂറിസം വ്യവസായത്തിൽ ജോലി ചെയ്യുന്ന നിരവധി ആളുകൾക്ക് ജോലി നഷ്ടപ്പെടും. സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുകയും വിനോദസഞ്ചാരികളെ ആശ്രയിക്കുന്ന ബിസിനസ്സുകൾ അതിജീവിക്കാൻ പാടുപെടുകയും ചെയ്യും. തീരപ്രദേശങ്ങളിലെ കർഷകരെയും ഇത് ബാധിക്കുന്നു. കൃഷിഭൂമിയിലേക്കുള്ള ഉപ്പുവെള്ളത്തിന്റെ കടന്നുകയറ്റം വിളകൾ വളർത്തുന്നത് ബുദ്ധിമുട്ടാക്കുന്നു. കാലക്രമേണ ഫലഭൂയിഷ്ഠമായ ഭൂമി തരിശായി മാറുകയും കർഷകർക്ക് അവരുടെ ജോലി തുടരുന്നത് അസാധ്യമാക്കുകയും ചെയ്യുന്നു. ഇത് ഭക്ഷ്യ ഉൽപാദനത്തെ ബാധിക്കുകയും സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. കാർഷിക ഭൂമി ഉപ്പുവെള്ളമായി മാറുമ്പോൾ ഭക്ഷ്യവിതരണം കുറയുകയും പുതിയ ഉൽപ്പന്നങ്ങളുടെ വില ഉയരുകയും ചെയ്യും. ഇത് കർഷകരെയും ഉപഭോക്താക്കളെയും ബാധിക്കുന്നു. കേരളത്തിന്റെ സാംസ്കാരിക സ്വത്വം അതിന്റെ തീരപ്രദേശവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. പരമ്പരാഗത മത്സ്യബന്ധന ഗ്രാമങ്ങൾ, പുരാതന ക്ഷേത്രങ്ങൾ, പ്രാദേശിക ഉത്സവങ്ങൾ എന്നിവയെല്ലാം കടലിനെ ചുറ്റിപ്പറ്റിയാണ്. തീരപ്രദേശങ്ങൾ നശിക്കുന്നത് തുടരുകയാണെങ്കിൽ കേരളത്തിന്റെ പൈതൃകത്തിന്റെ ഒരു ഭാഗം എന്നേക്കുമായി നഷ്ടപ്പെടും. തലമുറകളായി ഈ പ്രദേശങ്ങളിൽ താമസിച്ചിരുന്ന സമൂഹങ്ങൾ പലായനം ചെയ്യാൻ നിർബന്ധിതരായേക്കാം. ഇത് അവരുടെ അതുല്യമായ ജീവിത രീതി നഷ്ടപ്പെടുന്നതിലേക്ക് നയിച്ചേക്കാം. സ്ഥലം മാറ്റം മാനസിക സമ്മർദ്ദം സൃഷ്ടിക്കുകയും സാമൂഹിക ബന്ധങ്ങൾ തകർക്കുകയും ചെയ്യും. ഒരിക്കൽ ഒരുമിച്ച് താമസിച്ചിരുന്ന കുടുംബങ്ങൾ വിവിധ പ്രദേശങ്ങളിൽ ചിതറിക്കിടക്കുന്നത് അവരുടെ സാംസ്കാരിക പാരമ്പര്യങ്ങൾ നിലനിർത്തുന്നത് ബുദ്ധിമുട്ടാക്കുന്നു. പലർക്കും അവരുടെ തീരദേശ വീടുകളുമായി ശക്തമായ വൈകാരിക അടുപ്പമുണ്ട്. അത് നഷ്ടപ്പെടുന്നത് ഹൃദയഭേദകമാണ്. പല കുടുംബങ്ങൾക്കും തീരദേശ മണ്ണൊലിപ്പ് ഒരു വ്യക്തിപരമായ ദുരന്തമാണ്.
അവരുടെ വീടുകളും സ്കൂളുകളും കമ്മ്യൂണിറ്റി ഇടങ്ങളും കടൽ വിഴുങ്ങുന്നത് അവർ കണ്ടിട്ടുണ്ട്. ചിലർ ഒന്നിലധികം തവണ താമസം മാറിയെങ്കിലും അവരുടെ പുതിയ വീടുകളും ഭീഷണിയിലാണെന്ന് കണ്ടെത്തി. വൈകാരികമായ ആഘാതം വളരെ പ്രധാനമാണ്. കുട്ടികൾ ഇടയ്ക്കിടെ സ്കൂളുകൾ മാറാൻ നിർബന്ധിതരാകുകയും സ്ഥിരതയുള്ള ജോലി കണ്ടെത്താൻ മുതിർന്നവർ പാടുപെടുകയും ചെയ്യും. സാമ്പത്തിക ബാധ്യതയുമുണ്ട്. വീടുകളും അടിസ്ഥാന സൗകര്യങ്ങളും പുനർനിർമ്മിക്കുന്നത് ചെലവേറിയതാണ്. എല്ലാവർക്കും അത് താങ്ങാൻ കഴിയില്ല. സർക്കാർ സഹായം പരിമിതമാണ്. പലരും സ്വയം പ്രതിരോധിക്കാൻ അവശേഷിക്കുന്നു. കുടുംബങ്ങൾക്ക് വീടുകൾ നഷ്ടപ്പെടുമ്പോൾ അവർക്ക് അവരുടെ സുരക്ഷിതത്വ ബോധവും സ്ഥിരതയും നഷ്ടപ്പെടുന്നു. ഇത് ഭൂമി നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് ഓർമ്മകൾ, ചരിത്രം, വ്യക്തിത്വം എന്നിവയുടെ നഷ്ടത്തെക്കുറിച്ചാണ്. പ്രശ്നത്തിന്റെ വ്യാപ്തി വളരെ വലുതാണ്. ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഇതിനകം പലായനം ചെയ്തതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. തകർന്ന അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കുന്നതിനുള്ള ചെലവ് ദശലക്ഷക്കണക്കിന് രൂപയാണ്. മണ്ണൊലിപ്പിന്റെ ഫലമായി പാലങ്ങൾ, റോഡുകൾ, വൈദ്യുതി ലൈനുകൾ എന്നിവയ്ക്ക് നിരന്തരമായ അറ്റകുറ്റപ്പണികൾ ആവശ്യമാണ്. ഒന്നും ചെയ്തില്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ബിസിനസ്സുകൾ അപകട സാധ്യതകൾ കാണുന്നതിനാൽ തീരപ്രദേശങ്ങളിലെ നിക്ഷേപം കുറയാനിടയുണ്ട്. ഇൻഷുറൻസ് ചെലവുകളും ഉയർന്നേക്കാം. ഇത് ആളുകൾക്ക് ദുരന്തങ്ങളിൽ നിന്ന് കരകയറാൻ കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്നു. തീരദേശത്തെ ആശ്രയിക്കുന്ന നിരവധി ചെറുകിട ബിസിനസ്സുകൾ നിരന്തരമായ അനിശ്ചിതത്വം കാരണം നിലനിൽക്കാൻ പാടുപെടുകയാണ്. തീരപ്രദേശങ്ങൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വലിയ ബിസിനസ്സുകൾ പോലും കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ നിക്ഷേപം നടത്താൻ മടിച്ചേക്കാം. തീരദേശ മണ്ണൊലിപ്പ് മന്ദഗതിയിലാക്കാൻ നിരവധി പരിഹാരങ്ങൾ സഹായിക്കും. ബ്രേക്ക് വാട്ടറുകളുടെയും കടൽ തീരങ്ങളുടെയും നിർമ്മാണമാണ് ഒരു സാധാരണ രീതി. ഈ ഘടനകൾ തിരമാലകളുടെ ഊർജം ആഗിരണം ചെയ്യുകയും തീരത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. എന്നിരുന്നാലും മറ്റു മേഖലകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അവ ശ്രദ്ധാപൂർവം നിർമ്മിക്കേണ്ടതുണ്ട്. മണ്ണൊലിപ്പിനുള്ള സ്വാഭാവിക തടസ്സങ്ങളാണ് കണ്ടൽക്കാടുകൾ. തീരത്ത് കൂടുതൽ കണ്ടൽക്കാടുകൾ നട്ടുപിടിപ്പിക്കുന്നത് ഭൂമിയെ സുസ്ഥിരമാക്കാനുള്ള സമൂഹങ്ങളെ സംരക്ഷിക്കാനും സഹായിക്കും. മണൽ കുന്നുകളും നിർണായക പങ്കുവഹിക്കുന്നു. നിലവിലുള്ള മണൽ കൂനകൾ പുനഃസ്ഥാപിക്കാനും സംരക്ഷിക്കാനും ശ്രമങ്ങൾ നടത്തണം. സുസ്ഥിര വികസന രീതികൾ അനിവാര്യമാണ്. തീരത്തിന്റെ സ്വാഭാവിക സന്തുലിതാവസ്ഥയെ തടസ്സപ്പെടുത്താത്ത വിധത്തിൽ നിർമ്മാണം ആസൂത്രണം ചെയ്യണം. അനിയന്ത്രിതമായ മണൽ ഖനനം അവസാനിപ്പിക്കണം. നിയന്ത്രണങ്ങൾ നടപ്പാക്കാൻ സർക്കാരുകളും പ്രാദേശിക സമൂഹങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണം. വിദ്യാഭ്യാസവും ബോധവൽക്കരണ പരിപാടികളും തീരദേശ സംരക്ഷണത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ആളുകളെ സഹായിക്കും. തീരപ്രദേശം എങ്ങനെ സംരക്ഷിക്കാമെന്ന് സ്കൂളുകൾക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയും. പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള പുതിയ വഴികൾ കണ്ടെത്തുന്നതിന് കൂടുതൽ ഗവേഷണം നടത്തേണ്ടതുണ്ട്. ശാസ്ത്രജ്ഞർക്കും എഞ്ചിനീയർമാർക്കും നിലവിലുള്ളതിനേക്കാൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന നൂതന പരിഹാരങ്ങൾ വികസിപ്പിക്കാൻ കഴിയും. പരമ്പരാഗത അറിവും ആധുനിക സാങ്കേതിക വിദ്യയും സംയോജിപ്പിക്കുന്നത് മികച്ച ഫലങ്ങൾ നൽകും. കേരളത്തിലെ നിരവധി സംഘടനകൾ ഇതിനകം തന്നെ പരിഹാരത്തിനായി പ്രവർത്തിക്കുന്നുണ്ട്. തീരദേശ സംരക്ഷണ പദ്ധതികളിൽ സർക്കാർ ഏജൻസികൾ നിക്ഷേപം നടത്തുന്നുണ്ട്. സുസ്ഥിര സമ്പ്രദായങ്ങൾ വികസിപ്പിക്കുന്നതിന് NGOകൾ പ്രാദേശിക സമൂഹങ്ങളുമായി ഇടപഴകുന്നു. ചില ഗ്രാമങ്ങൾ ഉപ്പുവെള്ളത്തിന്റെ നുഴഞ്ഞുകയറ്റത്തെ ചെറുക്കുന്ന പുതിയ കാർഷിക സാങ്കേതിക വിദ്യകൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മണ്ണൊലിപ്പ് കൈകാര്യം ചെയ്യുന്നതിനുള്ള മികച്ച വഴികൾ കണ്ടെത്താനും ശാസ്ത്രീയ ഗവേഷണം സഹായിക്കുന്നു. സാറ്റലൈറ്റ് മോണിറ്ററിംഗ്, പ്രവചന മാതൃകകൾ തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ കൂടുതൽ ഫലപ്രദമായി ആസൂത്രണം ചെയ്യാൻ അധികാരികളെ സഹായിക്കും. എന്നിരുന്നാലും ഈ ശ്രമങ്ങൾക്ക് ശാശ്വതമായ സ്വാധീനം ചെലുത്താൻ കൂടുതൽ പിന്തുണയും ധനസഹായവും ആവശ്യമാണ്. കേരളത്തിന്റെ തീരപ്രദേശം സംരക്ഷിക്കുന്നതിൽ എല്ലാവർക്കും പങ്കുണ്ട്. ആളുകൾക്ക് അവരുടെ കാർബൺ ഫുട് പ്രിന്റ് കുറയ്ക്കുന്നതിന് ലളിതമായ നടപടികൾ കൈക്കൊള്ളാം. പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക, ജലം സംരക്ഷിക്കുക, മലിനീകരണം കുറയ്ക്കുക എന്നിവയെല്ലാം ആരോഗ്യകരമായ പരിസ്ഥിതിക്ക് കാരണമാകുന്നു. പ്രാദേശിക സംരക്ഷണ ശ്രമങ്ങളെ പിന്തുണയ്ക്കുക, ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി സന്നദ്ധ സേവനം നടത്തുക, അവബോധം പ്രചരിപ്പിക്കുക എന്നിവ ഒരു മാറ്റമുണ്ടാക്കും. നയപരമായ മാറ്റങ്ങൾക്കായി വ്യക്തികൾക്ക് വാദിക്കാനും കഴിയും. പ്രതിനിധികൾക്ക് എഴുതുക, ചർച്ചകളിൽ പങ്കെടുക്കുക, പരിസ്ഥിതിക്ക് മുൻഗണന നൽകുന്ന നേതാക്കൾക്ക് വോട്ട് ചെയ്യുക എന്നിവ അർത്ഥവത്തായ പ്രവർത്തനം കൊണ്ടുവരാൻ സഹായിക്കും. വെല്ലുവിളികൾ ഉണ്ടായിരുന്നിട്ടും പ്രതീക്ഷയുണ്ട്. പരിഹാരങ്ങൾ കണ്ടെത്താൻ നിരവധി സമൂഹങ്ങൾ ഒത്തുചേരുന്നു. പരിസ്ഥിതി വിഷയങ്ങളിൽ യുവജനങ്ങൾ കൂടുതലായി ഇടപെടുന്നു. ശരിയായ തന്ത്രങ്ങളും കൂട്ടായ പരിശ്രമവും കൊണ്ട് തീരദേശ മണ്ണൊലിപ്പ് മന്ദഗതിയിലാക്കാനും കേരളത്തിന്റെ ഭാവി സംരക്ഷിക്കാനും കഴിയും. തീരപ്രദേശം സംസ്ഥാനത്തിന് മാത്രമല്ല, രാജ്യത്തിനാകെ ഒരു വിലപ്പെട്ട സ്വത്താണ്. വരും തലമുറകൾക്കായി അത് സംരക്ഷിക്കപ്പെടണം. കേരളം എല്ലായ്പ്പോഴും അതിന്റെ പ്രതിരോധ ശേഷിക്കും പൊരുത്തപ്പെടുത്തലിനും പേരുകേട്ടതാണ്. ഇപ്പോൾ നടപടിയെടുക്കുന്നതിലൂടെ തീരദേശ മണ്ണൊലിപ്പിനും കാലാവസ്ഥാ വ്യതിയാനത്തിനുമെതിരെ എങ്ങനെ പോരാടാം എന്നതിൽ ലോകത്തിന് ഒരു മാതൃക കാണിക്കാൻ ഇതിന് കഴിയും. ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.